വെൽക്കം ടു ദി പാർട്ട് 2 വീഡിയോ ഓഫ് അവർ കാശ്മീർ ട്രിപ്പ്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇൻ വന്ദേ ഭാരത്. സോ കയറിയിടന്ന് നമുക്ക് 2 ബോട്ടിൽസ് ഓഫ് വാട്ടർ വന്നു. പിന്നെ ഫുഡിനായിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്തത് നോൺ വെജ് ഓപ്ഷനാണ്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് പൊട്ടാറ്റോ, ചിക്കൻ കറി, ദാൽ കറി ആൻഡ് സ്മോൾ പോർഷൻ ഓഫ് റൈസ്, ഹാൻഡ് സാനിറ്റൈസർ, വൈപ്സ്, 2 പീസസ് ഓഫ് ചപ്പാത്തി, കേർഡും ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ആഫ്റ്റർ ദ ഫുഡ് നമുക്ക് ഡെസേർട്ടിനായിട്ട് ഒരു ഐസ്ക്രീമും ഉണ്ടായിരുന്നു. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര അടിപൊളിയല്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഫുഡായിട്ട്. ട്രെയിനിൽ കയറിയപ്പോൾ മുതൽ ഞാൻ തിരയുന്നൊരു സംഭവമായിരുന്നു ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് കണ്ടത്. ഡൽഹി എത്താൻ നേരത്ത് നമ്മൾ ലഗേജ് എടുത്ത് ഇറങ്ങുന്ന സമയത്താണ് ഈ ഒരു സാധനം എൻ്റെ കണ്ണിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ലായിരുന്നു. സോ അത് കഴിഞ്ഞ് നമ്മൾ ഡൽഹി എത്തി ഒരു ഊബർ എടുത്തിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ പോകുന്ന വഴിയിൽ ഇന്ത്യ ഗേറ്റും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഡ്രൈവറെ എടുത്ത് പറയണം, ആള് സൈഡിലേക്ക് മാത്രം നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഫ്രണ്ടിലല്ലാത്ത ബാക്കി എല്ലാ സ്ഥലങ്ങളും അയാൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധം നമ്മൾ റൂമിലെത്തിയെന്ന് വേണം പറയാൻ. അങ്ങനെ റൂമിലെത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളെ സ്ഥലത്തോട്ട് പോകാൻ ഇറങ്ങി. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഫുഡ് സ്പോട്ട്സ് ആണ്. ഡൽഹിയിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട്സ്. ഡൽഹിയിൽ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോളി. കാരണം ഇതിൽ കുറച്ച് അടിപൊളിയായിട്ടുള്ള ഫുഡ് സ്പോട്ട്സ് ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മളും ഇത് ഓരോരുത്തരുടെ വീഡിയോസ് കണ്ടിട്ട് റെഫറൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥലത്തോട്ട് പോയി ട്രൈ ചെയ്യുന്നത്. സോ നമ്മൾ അങ്ങോട്ട് ഓപ്റ്റ് ചെയ്തത് ഊബർ ആയിരുന്നു. ഇവിടെ ഒരുപാട് റിക്ഷാസ് ആൻഡ് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അക്കോർഡിംഗ്ലി നമുക്ക് ചൂസ് ചെയ്യാം എന്ത് വേണമെന്നുള്ളത്. ഊബർ ഉണ്ട്, ഓട്ടോ ഉണ്ട്, ഇതുപോലത്തെ റിക്ഷാസ്, മെട്രോസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു ജമാ മസ്ജിദിൻ്റെ ഏരിയയിലോട്ടെത്തി. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്, ലൈക്ക് ഫുഡായിട്ടും ഡ്രസ്സസ് ആയിട്ടും ഒരുപാട് ഷോപ്സ് ഉണ്ട്. സോ നമ്മളങ്ങനെ എല്ലാ ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ നോക്കി വെച്ച ആ ഒരു ഷോപ്പിൽ പോകാന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം. സോ ഫസ്റ്റ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു കബാബിൻ്റെ ഷോപ്പായിരുന്നു. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഖുറൈഷി കബാബ് എന്ന് പറഞ്ഞ ഷോപ്പായിരുന്നു. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ നോക്കിക്കൊണ്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ലൊക്കേഷനിൽ കാണിക്കാത്തൊരു ഖുറൈഷി കബാബ് നമ്മളിവിടെ കണ്ടു. ബട്ട് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്, അതല്ല നമ്മുടെ ഷോപ്പ്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ട ആ ഒരു ഷോപ്പ് വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് എടുത്തിട്ട് റൈറ്റ് ടേൺ ചെയ്ത ഉടനെ നമ്മൾ ആ ഒരു ഷോപ്പ് കണ്ടു. ഖുറൈഷി കബാബ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള. ഇവിടെ ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് കബാബ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഓപ്റ്റ് ചെയ്തത് ചിക്കൻ കബാബും അതുപോലെ തന്നെ മട്ടൺ കബാബും ആണ്. ഇവിടുന്ന് 2 പീസസ് ഓഫ് കബാബ്സ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ഇനിയും ഫുഡ് ട്രൈ ചെയ്യണമല്ലോ. പിന്നെ ഞാൻ മട്ടനേക്കാളും കൂടുതൽ ചിക്കൻ ഫാൻ ആയതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചത് ചിക്കൻ തന്നെയാണ്. ആളൊരു മട്ടൺ ഫാൻ ആയതുകൊണ്ട് ആൾ മട്ടണും കഴിച്ചു. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് ലക്ഷ്യം വെച്ച് നമ്മൾ നടക്കുകയാണ്. നടക്കുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് തരം ഡിഷസ് കാണാം. ബൈ ദ വേ, ഇതാണ് ജമാ മസ്ജിദ്. സോ നെക്സ്റ്റ് സ്പോട്ട് നമ്മൾ പോയത് അസ്ലം ബട്ടർ ചിക്കൻ ആണ്. സോ അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ബട്ടൺ ചിക്കൻ തന്നെയാണ്. സോ ഹാഫ് പോർഷനാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ടോട്ടൽ 6 പീസസ് വരും. സോ 2 പേർക്ക് നല്ല ആർഭാടമായിട്ട് തന്നെ കഴിക്കാം. റൊമാലി റൊട്ടിയോ തന്തൂരി റൊട്ടിയോ അല്ലെങ്കിൽ കുബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത്. സോ നിങ്ങൾ ഡൽഹി പോവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. സോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് നടക്കുമ്പോഴാണ് ഈ ഒരു ഷോപ്പ് കണ്ടത്. ഈ ഒരു മൊഹബത്ത് കാ സർബത്ത് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത സാധനമൊന്നും അല്ല, പക്ഷെ ഇവിടെ നല്ല ഹൈപ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഭയങ്കര അടിപൊളി എന്ന് പറയാനില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇറ്റ് വാസ് ഗുഡ്. അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രീറ്റ്സിലൂടെ ഇങ്ങനെ നടക്കൽ തുടങ്ങി. ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചുരിദാർ ബിറ്റ്സില്ലേ, അതുപോലെ തന്നെ ഉള്ള ഒരുപാട് സാധനങ്ങൾ കണ്ട്. ക്വാളിറ്റി ഒക്കെ എത്രത്തോളം വരുന്ന അറിയില്ല, പക്ഷെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇനി ഇവിടെ മാത്രമല്ലല്ലോ, നമ്മൾ കാശ്മീരിലോട്ടുള്ള യാത്ര തുടരണമല്ലോ. സോ ലഗേജ് കൂട്ടണ്ട വിചാരിച്ചിട്ട് അധികം ഒന്നും നോക്കിയിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മോമോസ് ഷോപ്പിൽ കയറിയിട്ട് മോമോസ് വെച്ചു. കുറേ ഷോപ്സ് കണ്ടെങ്കിലും അവിടെ ഒന്നും അധികം വൃത്തി തോന്നിയില്ല. ഈ ഒരു കട കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഇവിടുന്ന് ട്രൈ ചെയ്തൊക്കെ നല്ല ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദർഗക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. സോ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് സ്പെൻഡ് ചെയ്തത്. നമ്മൾ ഇറങ്ങിയത് തന്നെ ഈവനിങ് ആണ്. സോ ഒരു കുറച്ച് ടൈം കൊണ്ട് നമ്മൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.